വാർഡ് മെമ്പർ നമുക്കിപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. വാർഡ് മെമ്പർ നമ്മളോട് സംസാരിക്കുമ്പോൾ എന്നറിയാം. ഞങ്ങളുടെ PCR നിന്ന് വാർഡ് മെമ്പറുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ അംഗൻവാടിയുടെ ദൃശ്യങ്ങളാണ്. ഉദ്ഘാടനം കഴിഞ്ഞ ഒരു അംഗൻവാടിയുടെ ദൃശ്യമാണ്. ടൈലിട്ടിട്ടില്ല അംഗൻവാടിക്ക്. ഇതാണ് അവിടുത്തെ ക്ലോസറ്റിൻ്റെ ചിത്രം. ഉഷ മാഡം നമസ്കാരം. ഈ ഉദ്ഘാടനം ഉഷ മാഡം അറിഞ്ഞില്ലേ? ഇല്ല സാറേ, ഞാൻ അറിയാതെ അത് കരാറുകാരൻ കൊണ്ടുവച്ച ബോർഡാണ്. ഞാൻ അറിഞ്ഞില്ല. വാർഡ് മെമ്പറായി ഞാൻ വെച്ചതല്ല. എനിക്കിതിൽ പങ്കൊന്നുമില്ല. അല്ല, നേരത്തെ ഉഷ മാഡം വിളിച്ച ഒരാളോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. ഇത് എൻ്റെ കൂടി അറിവോടുകൂടിയാണ് എന്ന് പറഞ്ഞു. ആ ആള് വെറുതെ പറഞ്ഞത്. ആ ആളിനോട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, ഉദ്ഘാടനത്തിനോട് നമ്മൾ നേരത്തെ തീരുമാനിച്ചതിന് ശേഷം ഈ പണി പൂർത്തിയായില്ല. അപ്പോൾ അതിന്റെ ടോയ്ലറ്റ് സംവിധാനമോ അതുപോലെ തന്നെ അടുക്കള ഒന്നും പണി പൂർത്തീകരിച്ചില്ല. പണി പൂർത്തീകരിക്കാത്തത് കൊണ്ട് അവിടെ ഉദ്ഘാടനം ചെയ്യുന്നില്ല. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ് ഉദ്ഘാടനം നടത്തിയതെന്ന് മാഡം പറഞ്ഞിരുന്നോ? ഇല്ല സാർ, ഇല്ല. അത് വെറുതെ പറഞ്ഞതാണ്. അറിയില്ല, രാഷ്ട്രീയമല്ലേ സാർ, അത് വെറുതെ പറഞ്ഞതാണ്. വെറുതെ പറഞ്ഞാണോ? അയാളാണ് വെറുതെ പറഞ്ഞത്. അതായത് ഈ അംഗൻവാടി കെട്ടിടത്തിന് വേണ്ടി സഹായം ചെയ്തത് നമ്മുടെ ഈ അയൽവാസിയാണേ ഈ പറഞ്ഞ കക്ഷി. അത് എനിക്കറിയില്ല സാറേ. അത് വെള്ളമൊറ്റ അവിടെ നിന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ടോന്ന് എനിക്ക് വെള്ളത്തിന്റെ സൗകര്യം എന്തായാലും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ആക്ഷേപം പറയാമല്ലോ. ഒരു നിമിഷം തുടരണേ ഉഷ മാഡം. നമ്മുടെ റാഹീസ് അയാളുടെ അടുത്തുണ്ട്. റാഹീസ് ഒന്ന് നമ്മുടെ അദ്ദേഹത്തോടൊന്ന് ചോദിക്കൂ. അദ്ദേഹം കള്ളമാണോ പറയുന്നത്? കാര്യം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. പക്ഷേ ഈ കെട്ടിടത്തിന്റെ പണി കഴിഞ്ഞിട്ടില്ല അല്ലേ സാറേ? കഴിഞ്ഞിട്ടില്ല. ഇത് ഒരു രാഷ്ട്രീയം ആയതുകൊണ്ട് അവരത് മുതലെടുപ്പാണ്. അല്ല, ഈ കോൺട്രാക്ട് നമ്മുടെ ചോദിക്കാതൊക്കെ കൊണ്ട് വെക്കൂ സാറേ. ഞാന് ഇത് ബോർഡ് അടിക്കാനോ ബോർഡിന്റെ അതിന്റെ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു നീക്കം പോലും നീങ്ങിയിട്ടില്ല. എനിക്കിത് അറിയില്ല. പക്ഷെ നാട്ടുകാർ അവിടെ ബോർഡ് കൊണ്ടുവച്ചപ്പോൾ നാട്ടുകാർ എന്നോട് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ നാട്ടുകാർ അറിയാതെ ഞാൻ ഒരു അംഗൻവാടി ഉദ്ഘാടനത്തിന് പോവുക സാറേ. അല്ല മെമ്പർ അറിയാതെയാണ് ഈ കോൺട്രാക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ കോൺട്രാക്ട് ചെയ്ത് ഗുരുതരമായ ഒരു കാര്യമാണ്. അത് അവരവിടെ ഇരുന്ന ബോർഡ് അവർ കൊണ്ടുവച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷെ മെമ്പർ അറിയാതെയാണ് കൊണ്ടുവച്ചത്. ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ അവര് നാട്ടുകാർ ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ നാട്ടുകാരില്ലാതെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റും. ഒരു നിമിഷം തുടരണേ ഉഷ മാഡം. റാഹീസ നമ്മളോട് നേരത്തെ പറഞ്ഞ കക്ഷിയില്ല, അദ്ദേഹം പറഞ്ഞത് കള്ളമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഫോണൊന്നും വിളിച്ചിട്ടില്ല. വെറുതെ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണമാണെന്നാണ് പറയുന്നത്. ആ ചേട്ടൻ്റെ അടുത്തൊന്ന് ചോദിക്കൂ. അദ്ദേഹം രാഷ്ട്രീയ ആരോപണം തന്നെയാണ്. ശ്രീകുമാരേട്ടൻ പറഞ്ഞത് കള്ളമാണ്. മെമ്പർ അങ്ങനെ പറഞ്ഞ രാഷ്ട്രീയ ആരോപണമാണ് എന്നാണ് പറയുന്നത്. ഇല്ല, ഇത് രാഷ്ട്രീയ ആരോപണമല്ല. കാരണം ഇന്നലെ ഞാൻ രാവിലെ മെമ്പറെ വിളിച്ചു. ഞാൻ രാവിലെ കണ്ടപ്പോൾ ഞാൻ മെമ്പറെ വിളിച്ചു. എൻ്റെ ഫോണിൽ നിന്ന് തന്നെയാണ് വിളിച്ചത്. അപ്പോൾ മെമ്പർ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ പ്രഖ്യാപനം വരുന്നുണ്ട്, 5-ാം തീയതിക്ക് ഉദ്ഘാടനം കഴിയേണ്ട ആവശ്യമാണ്, അതുകൊണ്ട് ഉദ്ഘാടനം അവർ ഫലകം വച്ചു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ വൈകുന്നേരം വേറെ ഇവിടെ ഞാൻ അറിയാതെ എന്ത് ചെയ്തത് സാറേ. ഈ ആള് പറഞ്ഞത് വെറും പച്ചക്കള്ളമാണ്. ഇതിന് ഒരു വാക്ക് പോലും ഞാൻ ഈ സഹോദരനോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു വാക്ക് പോലും ഇതിനോട് പറഞ്ഞിട്ടില്ല. എന്നോട് ബോർഡ് വെച്ചിട്ടുണ്ട് എന്ന് എന്നെ വിളിച്ച് എന്നെ അനാവശ്യമാണ് ആ വ്യക്തി എന്നോട് പറഞ്ഞു. അനാവശ്യമായിട്ട് എന്നെ സംസാരിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു അവിടെ വെച്ചിട്ടില്ല, ഉദ്ഘാടനം നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉദ്ഘാടനം നടത്തണമെങ്കിൽ ഈ അയൽവാസികൾ അറിയില്ലേ സാറേ? എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുവന്ന് ഒരു അംഗൻവാടി ഉദ്ഘാടനം അതുകൊണ്ടാണ് മാഡത്തെ തന്നെ നേരിട്ട് വിളിച്ചത്. പക്ഷേ മാഡം ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇനിയിപ്പോ ബോർഡ് അവിടെ നിന്ന് എടുത്ത് മാറ്റുന്നതല്ലേ നല്ലത്? ഇല്ലെങ്കിൽ നാട്ടുകാർ ആക്ഷേപം പറയും. അത് കരാറുകാരൻ എടുത്ത് മാറ്റണം. എടുത്ത് കൊണ്ടുവച്ച ആൾ എടുത്ത് മാറ്റണം. ഞാൻ അറിഞ്ഞില്ല. എടുത്ത് കൊണ്ടുവച്ച ആൾ മാറ്റണം അവിടെ നിന്ന്. ഞാൻ അന്നും ആവശ്യപ്പെട്ടു. ഇന്നലെ ഞാൻ ആവശ്യപ്പെട്ടത് ആ ബോർഡ് അവിടെ നിന്ന് എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞു. കാരണം ഉദ്ഘാടനം നടന്നിട്ടില്ല. അപ്പൊ പിന്നെ ആ ബോർഡ് എന്തിനു കൊണ്ടുവച്ചത്? അവിടെ പണി ഒന്നും പൂർത്തീകരിച്ചിട്ടില്ല. കുട്ടികളെ എങ്ങനെ കൊണ്ടിരുത്തും അംഗൻവാടിയിൽ? ഒരു നിമിഷം ആ ചേട്ടൻ നമുക്കൊപ്പം ഉണ്ട്. റഹീസ, ചേട്ടൻ കേട്ടോ ഈ ഉഷാ മെമ്പർ പറഞ്ഞത്? ചേട്ടൻ പറയുന്നത് മുഴുവൻ കള്ളമാണെന്നാണ് പറയുന്നത്. മുഴുവൻ കള്ളമാണെന്ന് പറഞ്ഞാൽ സമർത്ഥിക്കാൻ എനിക്കറിയില്ല. കാരണം ഞാൻ ഇത്രയും ജനങ്ങളോട് നിൽപ്പുണ്ടോ. ഞാൻ ഒരു മോശക്കാരനാണെന്ന് അവരാരെങ്കിലും പറയട്ടെ. മെമ്പർ മാത്രമല്ലേ മോശക്കാരനെന്ന് പറയുന്നുള്ളൂ. ഇതൊക്കെ ജനങ്ങൾ പറയട്ടെ ഞാൻ ഒരു മോശക്കാരനാണെന്ന്. കണ്ട കാര്യം പറഞ്ഞു, കേട്ട കാര്യം പറഞ്ഞു. എന്നിട്ട് മെമ്പർ പറഞ്ഞത് സത്യമാണ്. മെമ്പർ ഉദ്ഘാടനം കഴിഞ്ഞു. ഇന്നലെ 4 അംഗൻവാടി വേറെ ഉദ്ഘാടനം കഴിഞ്ഞല്ലോ. ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ജീവൽ കുമാർ നെട്ടണി അംഗൻവാടി ഉദ്ഘാടനം ചെയ്യുന്ന ഫോട്ടോയാണിത്. അത് ഇതേ അവസ്ഥയിലുള്ള ഒരു അംഗൻവാടി ഇപ്പോൾ നെട്ടണിയിൽ ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അടുത്ത ഒരു വാർഡിൽ ഇത് ജീവൽ കുമാർ ഉദ്ഘാടനം ചെയ്യുന്ന ഫോട്ടോയാണ് ഈ കാണുന്നത്. ഇത് തറയിൽ വിരിച്ചിരിക്കുന്നത് ഇത് ഷീറ്റാണ്. ഇതൊരു മാറ്റാണ് വിരിച്ചിരിക്കുന്നത്, ടൈലല്ല. ഇതേ അവസ്ഥയിലുള്ള ഇതിലും മോശമായിട്ടുള്ള ഒരു അംഗൻവാടിയാണ് അവിടെ.
ഉഷ മാഡം അടുത്ത വാർഡിൽ അങ്ങനെ ഒരു ഈ ഫോട്ടോ, അംഗൻവാടി ഒരു ഫോട്ടോ ഉദ്ഘാടനം ചെയ്തോ ഇതേപോലെ? സാറേ, അപ്പൊ ഈ രീതിയിൽ സാറേ, ഉദ്ഘാടനങ്ങൾ എന്റെ 4 എണ്ണമാണ് ഇന്നലെ അംഗൻവാടിയുടെ കഴിഞ്ഞത്. എല്ലാം എന്റെ ഇതേ അംഗൻവാടിയുടെ അവസ്ഥയിലാണ്. വിഷയമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ എന്റെ മെമ്പർ അംഗൻവാടിയുടെ ഇങ്ങനെ വിഷയം കള്ളം ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. ഈ ശ്രീകുമാർ എന്ന് പറഞ്ഞ പയ്യൻ പല പ്രാവശ്യവും ഇതുപോലെ തന്നെയാണ്, പല വിഷയങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ അത് നിരന്തരം എന്നെ ഒരു വേട്ടയാടുന്ന ഒരാളാണ്. ഇത് ഫേക്കാണ്, ഇത് ചുമ്മാ രാഷ്ട്രീയ പ്രേരണയാൽ ഇത് പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. എന്നോട് ഇന്നലെ ചോദിച്ചപ്പോൾ ഞാൻ മാന്യമായിട്ട് എന്റെ ഒരു സഹോദരനെ പോലെ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. ഒരു വാക്ക് ഞാൻ പറയാത്ത വാക്കാണ് ആ സഹോദരൻ അവിടെ നിന്ന് പറയണത്. ഓക്കെ, ഇനിയിപ്പോൾ എന്നാലും തർക്കം വേണ്ട. നാട്ടുകാർക്ക് ഇപ്പം ഇപ്പം മാഡം പറയുന്നത് അങ്ങ് വിശ്വസിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ കോൺട്രാക്റ്റുകാരനോട് അതങ്ങ് എടുത്ത് മാറ്റാൻ അങ്ങ് പറഞ്ഞേക്കും. നാട്ടുകാർ വെറുതെ സംശയിക്കണം. അത് ചെയ്യാം സാർ, അത് ചെയ്യാം. നാട്ടുകാർ വെറുതെ സംശയിക്കണ്ട. ഓക്കെ ചേട്ടൻ, ഓക്കെ റഹീസെ, ഓക്കെ അത് എടുത്ത് മാറ്റാൻ തീരുമാനമായിട്ടുണ്ട് കേട്ടോ. ശിലാഫലകം എടുത്ത് മാറ്റും. അതാണ് അരുൺ. ഇതിനകത്ത് സ്വാഭാവികമായും പഞ്ചായത്ത് മെമ്പർ അറിയാതെ ആണെങ്കിൽ ഇപ്പം നേരത്തെ അരുൺ ചോദിച്ചൊരു ചോദ്യം പ്രസക്തമാണ്. ഇതിവിടെ 1-ാം തീയതി വെച്ചതാണല്ലോ, എടുത്ത് മാറ്റേണ്ടതായിരുന്നു. അതായിരിക്കും. ഇത് കണ്ടോ, ഈ ശിലാഫലകം വെച്ചിരിക്കുന്നതിൻ്റെ ഒരു കോലം നോക്കിയ ഒരു ഹോളോ ബ്രിക്സ് കട്ടയിൽ താങ്ങി വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ വേറൊരു കട്ട വെച്ചിട്ട് എമ്മാതിരി ഉടായ്പിലാണ് ഇത് വെച്ചിരിക്കുന്നത്. നോക്ക്, കോൺട്രാക്ടറാണല്ലോ വെച്ചത്. ഓക്കെ, അതാണ് ആ ദൃശ്യങ്ങൾ പറയുന്നത്. ഇന്നലെ നാട്ടുകാരുടെ പ്രതികരണം എടുത്തുള്ളൂ. അപ്പോൾ നാട്ടുകാരോടൊന്ന് അറിയിച്ചോളൂ, ശിലാഫലകം ഉടൻ മാറ്റും എന്നുള്ള വിവരം മെമ്പർ അറിയിച്ചിട്ടുണ്ട്. അത് നാട്ടുകാരെ ഒന്ന് അറിയിച്ചോളൂ. അവർ ഓക്കെ ആണോ എന്ന് ചോദിക്കൂ. അവർക്ക് മറ്റെന്തെങ്കിലും പരാതി ഉണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? ശിലാഫലകം ഉടൻ മാറ്റുമെന്നാണ് മെമ്പർ പറയുന്നത്. അതൊക്കെ ഒരു തരം തട്ടിപ്പല്ലേ. അതായത് ഇത് ഇലക്ഷനെ കണ്ടുകൊണ്ട് ഈ ബോർഡ് ഇവിടെ ഫിക്സ് ചെയ്യും. അതും രാത്രി ആരും അറിയാതെ മെമ്പർ അറിയാതെ എങ്ങനെ വെക്കുമെന്നാണോ നിങ്ങൾ ചോദിക്കുന്നത്? അങ്ങനെ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. മെമ്പർ അറിയുന്നില്ല, പഞ്ചായത്ത് കമ്മിറ്റി അറിയുന്നില്ല. ഇതിൽ പേരെടുത്തിരിക്കാൻ ജീവൽ കുമാറും ഗിരിജാകുമാരിയും ഒന്നും അറിയാതെ ഇതെങ്ങനെ പ്രത്യക്ഷപ്പെടും? അപ്പോൾ പ്രത്യക്ഷപ്പെട്ട് അത് 1-ാം തീയതി ഉദ്ഘാടനം ചെയ്തു വന്ന ബോർഡിൽ 3-ാം തീയതി രാത്രിയാണ് ഇത് സ്ഥാപിക്കപ്പെടുന്നത്. 5-ാം തീയതി രാത്രിയാണ് ഇതിവിടെ സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് മുഴുവൻ കള്ളക്കളിയല്ലേ? എന്തിനു വേണ്ടിയാണിത്? ശരി, താങ്ക് യു റഹീസ്. താങ്ക് യു റഹീസ്. കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ബോധ്യമായി. കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുള്ളൂ. എന്തിനാണ് നമ്മൾ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നത്? എന്തായാലും അത് അവിടുന്ന് മാറ്റും.